ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കൽ മാത്രമാണ് നടക്കുന്നതെന്ന് തട്ടിപ്പിന് ഇരയായവർ കുറ്റപ്പെടുത്തി. കുറ്റപത്രം വൈകുകയാണ്. രാഷ്ട്രീയ നേതാക്കളും ഔദ്യോഗിക തലത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരും തട്ടിപ്പ് സംഘത്തിന്റെ പരിപാടികളിൽ വന്നതാണ് വിശ്വാസ്യതയ്ക്ക് കാരണം. ഇവരെ വിശ്വസിച്ചാണ് പണം നിക്ഷേപിച്ചതെന്ന് തട്ടിപ്പിനിരയായവർ ആവർത്തിച്ചു. പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാര്, MLA-മാരൊക്കെ കൂട്ടുകൂടിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതിയുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ നേതാക്കന്മാരാണ്. അപ്പോൾ ഇതിന് കൊട പിടിക്കാൻ നിന്ന ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അനന്തകൃഷ്ണന്റെ മൊഴിയെടുത്തു. മൊഴിയിൽ അനന്തകൃഷ്ണൻ പല രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറഞ്ഞുവെങ്കിലും പിന്നെ ഒരാളുടെ പേരും പൊങ്ങി വന്നിട്ടില്ല. അതുപോലെ തന്നെ ആനന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ മൊഴിയെടുത്തു. ആ മൊഴിയുടെ അടിസ്ഥാനങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്ങനെയാണെന്ന്. ആനന്ദകുമാറിനും വക്കീലിനും അതുപോലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഇത്ര രൂപ വെച്ച് കൊടുത്തു എന്ന് അനന്തു പറയുന്നുണ്ട്. അതെന്തിയാ അന്വേഷിക്കാതെ? സ്വർണം പണയം വെച്ച് പാതി തുക നിക്ഷേപിക്കാൻ വടക്കൻ പറവൂരിലെ JSS പ്രേരിപ്പിച്ചതായി തട്ടിപ്പിനിരയായ യുവതി ആരോപിച്ചു. അനന്തകൃഷ്ണൻ അറസ്റ്റിലായിട്ടും ഇവർ പണപ്പിരിവ് തുടർന്നു. പണം നിക്ഷേപിക്കാനായി ഇതിനായുള്ള ലിങ്ക് ഇടയ്ക്കിടെ തുറന്നു നൽകി. പണമടയ്ക്കാനുള്ള സമയം ഉടൻ അവസാനിപ്പിക്കുമെന്ന പ്രതീതി ജനിപ്പിച്ച് പരമാവധി വേഗം പണം തട്ടുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു. ഈ പറൂര് നടത്തിയ ആൾക്കാർ രാത്രിയാകുമ്പോൾ അവരുടെ ലിങ്ക് ഓപ്പൺ ചെയ്യും. ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് പണം അടച്ചു, ഈ ലിങ്ക് നമ്മൾ ഇപ്പം തന്നെ ക്ലോസ് ചെയ്യുമെന്ന് പറയും. കയ്യിൽ നേരത്തെ പണം കരുതിയവർ പണം അടയ്ക്കും. ഇല്ലാത്ത ആൾക്കാർക്ക് അടയ്ക്കാൻ പറ്റാണ്ട് വിഷമിക്കുമ്പോൾ ഇവരെ നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണ്, അയ്യോ ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സ്വർണം പണയം വയ്ക്കും, ഞങ്ങൾ 2 ദിവസം കൂടി ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് വെക്കാം എന്ന് പറയാം. അങ്ങനെ ഇവർ നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ട് നമ്മളെ തട്ടിപ്പിന് ഇരയാക്കായിരുന്നു. എന്തുകൊണ്ട് ഈ തട്ടിപ്പിനെ പറ്റി ഇപ്പോൾ ആരും പ്രതികരിക്കുന്നില്ലെന്ന് സ്ത്രീകൾ ചോദിക്കുന്നു. പണം തിരികെ കിട്ടിയില്ലെങ്കിൽ പ്രതികളുടെ വീടുകളിലേക്കും അന്വേഷണ ഏജൻസി ഓഫീസിലേക്കും തട്ടിപ്പ് പണം സ്വീകരിച്ച ബാങ്കുകളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും പ്രതിഷേധവുമായി എത്തുമെന്ന് ഇരകൾ മുന്നറിയിപ്പ് നൽകി. സന്തോഷിനെ എല്ലാവരും സംരക്ഷിക്കുക. കാരണം ഈരാറ്റുപേട്ടയിൽ ക്രൈംബ്രാഞ്ച് കൊണ്ടുവരുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ കോടതിയിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു പോലീസ് ജീപ്പിലായിട്ട് വരുന്നവർക്ക് ഞങ്ങൾ കുറേ പേര് വെളിയിൽ കാത്തിരിക്കുക ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ. ഇറങ്ങി കുറേ നേരം 1 മണിക്കൂർ ഞങ്ങൾ നിന്നിട്ടും പുള്ളിയെ കാണുന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ കയറി ചോദിച്ചു അന്തോഷിനെ വന്ന് തെറ്റിയേ ഞങ്ങൾക്കൊന്ന് പുള്ളിയെ കാണണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറയാ ഇപ്പം വലിയ വെള്ളം ഒരു സണ്ണി കാണാത്ത പോയത് കണ്ടില്ലേ നിങ്ങൾ. അപ്പം ക്രൈംബ്രാഞ്ച് ഓഫീസർമാർ പോലും അവന് ജ്യൂസും ഇതൊക്കെ മേടിച്ചു കൊടുത്ത് അത്രയും സംരക്ഷണവും കൂടി അവനെ കൊണ്ടുനടക്കുന്നത്. അതെന്തുകൊണ്ട് ഇത്രയും ആയിരക്കണക്കിന് പെണ്ണുങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചേർന്ന് ഒരാൾക്ക് ഇത്രയും സംരക്ഷണം കൊടുക്കേണ്ട കാര്യം എന്താ? തട്ടിപ്പുകാരുടെ അക്കൗണ്ടിൽ നിന്ന് ആർക്കൊക്കെയാണ് പണം പോയിട്ടുള്ളതെന്ന് പുറത്തുവിടണം. അവരിൽ നിന്ന് പണം തിരികെ വാങ്ങി നൽകണമെന്നാണ് വോയിസ് ഫോർ വുമണിന്റെ ആവശ്യം. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവർ സംഭാവനകൾ നൽകി പാർട്ടി ഫണ്ടിലേക്ക്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ഇവർ പ്രവർത്തിച്ചത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ തട്ടിപ്പ് പുറത്തു വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിനെ അനുകൂലിക്കാതിരിക്കാനായി ഇവരെന്ത് ചെയ്തു? ഈ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവനകൾ, ലക്ഷക്കണക്കിന് രൂപ സംഭാവനകൾ നടത്തി. ഇപ്പോൾ ന്യൂസ് പേപ്പറുകളിലെല്ലാം നമ്മൾ അറിഞ്ഞതാണ് അതെല്ലാം. ഈ അനന്തകൃഷ്ണനെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ഓരോ രാഷ്ട്രീയക്കാർക്കും കൊടുത്ത എമൗണ്ടുകൾ വെളിപ്പെട്ടതാണ്. എന്നിട്ട് പോലും ആ എമൗണ്ടുകൾ തിരിച്ചു നൽകാനോ ഈ ചതിക്കപ്പെട്ട സ്ത്രീകൾക്ക് ഒപ്പം നിൽക്കാനോ രാഷ്ട്രീയക്കാർ തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. യുവജന സംഘടനകൾ എല്ലാം വിഷയം മറന്നതായും ഇവർ കുറ്റപ്പെടുത്തി. വനിതാ സംഘടനകളും ഒപ്പമില്ല. വനിതകൾക്ക് ഒരു ചെറിയ എവിടെയും കാല് തന്നെ വീണാൽ വരെ, ഒരു ഓടയിൽ തന്നെ വീണാൽ വരെ സമരത്തിൽ ഇറങ്ങുന്ന വനിതാ സംഘടനകൾ എവിടെയുള്ളത്? എല്ലാ പാർട്ടിക്കാരുടെയും അവരുടെ സംഘടന ഇന്നേ വരെ ഒരു വിഷയം ഉന്നയിച്ചിട്ടില്ല. വിവിധ രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട പാവപ്പെട്ടവരായ വനിതകളുടെ പണം പോയിട്ട് ഇന്നേ വരെ ഒരു വനിതാ സംഘടന നേതാവ് പണം പോയവർക്കൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇവർക്കെല്ലാം വളരെയധികം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഉപരി കോടിക്കണക്കിന് രൂപ ഇവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ പണം മുഴുവൻ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ വിയർപ്പിന്റെ വിലയാണ്. പ്രതികൾക്കെതിരെ എത്രയും വേഗം കുറ്റപത്രം നൽകണം. തട്ടിപ്പ് പണത്തിന്റെ വിഹിതം പറ്റിയവരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് വനിതാ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. തട്ടിപ്പ് സംഘത്തിന്റെ പരിപാടികൾക്കെത്തി വിശ്വാസ്യത തോന്നിക്കുകയും പുകഴ്ത്തിപ്പറയുകയും ചെയ്ത രാഷ്ട്രീയ നേതാക്കളെ തട്ടിപ്പിന് ഇരയായവർ രൂക്ഷമായി വിമർശിച്ചു. അനന്തകൃഷ്ണനും ആനന്ദകുമാറും കുറെ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങി തട്ടിപ്പ് പണം ഉപയോഗിച്ച് സുഖജീവിതം നയിച്ചേക്കാം. എന്നാൽ നിത്യജീവിതത്തിന് വലയുന്നവരാണ് പണം നഷ്ടമായവരിൽ മിക്കവരുമെന്ന് ഇവർ ഓർമ്മിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.